അപ്പോൾ സാധാരണ ഞങ്ങൾക്ക് കോവക്കായ ഇത്രയധികം ഉണ്ടാകുമ്പം നമ്മളത് പൊട്ടിക്കാൻ ബോദർ ചെയ്യാറില്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് അത്രയും മാത്രം പൊട്ടിച്ച് ബാക്കി അത് നോർമലി പഴുത്ത് ചീഞ്ഞ് മണ്ണിൽ പോവുകയാണ് ചെയ്യാറ്. പക്ഷേ നമ്മൾ വലുതാവും തോറും നമ്മൾ ഗാർഡനിങ് കുറച്ചും കൂടെ പരിചയം കൂടുതൽ പരിചയം ഉണ്ടാവുന്നതോട് നമുക്ക് കൂടുതൽ പരിചയം വരുംതോറും നമ്മളത് കുറച്ചും കൂടെ നന്നായിട്ട് ഉണ്ടാവുന്ന സാധനങ്ങൾ പ്രിസർവ് ചെയ്യാൻ പഠിക്കും അല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ കോവയ്ക്കേനെ പ്രിസർവ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കേട്ടോ, പല രീതികളുണ്ട്, പഠിച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ കോവയ്ക്കേനെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് നല്ല ഈ ഒരു തുണിയിൽ ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി പാക്ക് ചെയ്ത് നമ്മളതിനെ 4ഉം 5ഉം ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തെടുക്കും. അത് എത്രയോ തിന്നായിട്ട് ചെയ്യാൻ പറ്റും അത്രയും നല്ലതാണ്. സ്ലൈസ് ചെയ്തെടുത്ത് ഇതേ ഞങ്ങൾ ഈ പാത്രത്തിലേക്ക് ആണ് ഇടുന്നത്. അങ്ങനെ ഇത് കഴിയുമ്പോൾ നമ്മളതിൽ കുറച്ച് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ വാരി വെതറി നമ്മൾ ഈ മുറം നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന മുറമാണ്. അന്ന് എന്തിനാണ് ഈ മുറം വാങ്ങിക്കൊണ്ടുവന്നതെന്ന് റിഗ്രറ്റ് ചെയ്തെങ്കിലും പക്ഷെ ഇപ്പം ഞങ്ങൾ പ്രിസർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശരിക്കും ഇത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. അപ്പോൾ അതേ അതിൽ നമ്മൾ വെച്ച് ഈ നല്ല ചൂട് ഉള്ള ദിവസങ്ങളാണല്ലോ ഇപ്പോൾ ഈ സമ്മറിലൂടെ. അപ്പോൾ ഒരു 2 ദിവസം നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ആ ഡ്രൈ ആയിട്ടുള്ള ഫോം ഞാൻ കാണിച്ചു തരട്ടെ. ഇതാണ് നമ്മുടെ ഓൾറെഡി ഡ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ബാച്ച്. അപ്പോൾ കണ്ടോ, ശരിക്കും കൊണ്ടാട്ടം പോലെ നമുക്ക് വറുത്തെടുക്കാം. അതല്ലെങ്കിൽ ഒന്ന് നമ്മൾ വെട്ടാക്കിയിട്ട് നമുക്കൊരു ഉപ്പേരി പോലെയും വെക്കുകയും ചെയ്യാം. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മളിങ്ങനെ പ്രിസർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫുഡൊക്കെ. ഇനി ഇപ്പം ഉണ്ടാക്കുന്ന ബാച്ച് എൻ്റെ ചേച്ചിക്ക് കുഞ്ഞേച്ചിക്ക് അഡ്ലൈഡിലേക്ക് കൊടുത്തയക്കാൻ എന്നുള്ളൊരു മൈൻഡിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം എന്തായാലും ടാറ്റാ.